ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പം എല്ലാവരും KTU യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ വന്നിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൽ എക്സാമിന് അഭിമുഖീകരിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിംഗിലെ എല്ലാവരും, അതായത് നമ്മുടെ S3 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളെല്ലാവരും ഭയങ്കര ടെൻഷനോടെ എടുക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ മൊഡ്യൂളിലും വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്തായാലും പാസ് മാർക്കെങ്കിലും നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. CET 203 ആണ് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക്സിൻ്റെ സബ്ജക്ട് കോഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും എല്ലാം നമുക്കറിയാം. പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിൽ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, പാർട്ട് ബിയിൽ നമുക്ക് essay ക്വസ്റ്റ്യൻ ആണ്, ഓൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഏതാണ് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോക്കി നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മൊഡ്യൂൾ 1 സിലബസ് നോക്കാം. മൊഡ്യൂൾ 1 സിലബസിൽ ആദ്യം വരുന്നത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ആണ്. അതിൻ്റെ ഉള്ളിൽ മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, വിസ്കോസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, അങ്ങനെ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൻ്റെ കുറച്ച് ടേംസ് പറയുന്നുണ്ട്. ദെൻ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിൽ വരുന്നത് വേരിയേഷൻ ഓഫ് പ്രഷർ ഇൻ എ ഫ്ലൂയിഡ്, ദെൻ മെഷർമെന്റ് ഓഫ് ഫ്ലൂയിഡ് പ്രഷർ യൂസിങ് പീസോമീറ്റേഴ്സ് ആൻഡ് മാനോമീറ്റേഴ്സ്, then YouTube manometers, forces on immersed plane placed vertical and inclined, then hydrostatic force on curved surfaces, then practical application. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മൊഡ്യൂൾ 1 എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷർ, അബ്സൊല്യൂട്ട് പ്രഷർ, ഈ 3 ടേമും എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിലൊരു സ്കെയിലൊക്കെ വരച്ചിട്ട് നമ്മളത് കറക്റ്റായിട്ട്, അതായത് അബ്സൊല്യൂട്ട് പ്രഷർ എന്താണ്, അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്നൊക്കെ കറക്റ്റായിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെ പ്രോബ്ലവും ചോദിക്കാറുണ്ട്. അബ്സൊല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, ദെൻ അതിൽ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു ടേമും ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എത്രയാണെന്നുള്ളതും നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാത്തിലും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഗേജ് പ്രഷർ, അബ്സൊല്യൂട്ട് പ്രഷർ, ഈ 3 ടേമും എന്താണെന്നുള്ളത്. അതായത് 3 മാർക്സിനായിരിക്കും അത് ചോദിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പഠിക്കാതെ ആരും പോകരുത്. ആ ക്വസ്റ്റ്യൻ ഈ ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ വരാറുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മാനോമീറ്റർ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. അതായത് essay ക്വസ്റ്റ്യനിൽ ആ ഒരു പ്രോബ്ലം വരാറുള്ളത് മാനോമീറ്റർ യൂസ് ചെയ്തിട്ട്, അതായത് ഡിഫറൻഷ്യൽ മാനോമീറ്റേഴ്സ് ആയിരിക്കും ഒരു ഇതൊക്കെ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ തന്നിട്ട് 2 പോയിന്റിലെ പ്രഷർ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ എടുത്ത് നമ്മളൊരു ഡാറ്റം ലൈൻ കൺസിഡർ ചെയ്ത് 2ലും പ്രഷർ ഇക്വേറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് അവിടുത്തെ ആ ഒരു പ്രഷർ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ, അതായത് essay ക്വസ്റ്റ്യനിൽ എന്തായാലും മാനോമീറ്ററിൻ്റെ ഒരു പ്രോബ്ലം എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ വരാറുള്ളത് ഫോഴ്സസ് ഓൺ ഇമ്മേഴ്സ്ഡ് പ്ലെയിൻ പ്ലേസ്ഡ് വെർട്ടിക്കൽ ആൻഡ് ഇൻക്ലൈൻ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെറിവേഷൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ആ ഒരു പ്ലെയിൻ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ടോട്ടൽ പ്രഷർ ഫോഴ്സും സെന്റർ ഓഫ് പ്രഷറും. ഓക്കെ, ആ ഒരു ടോട്ടൽ പ്രഷർ ഫോഴ്സും സെന്റർ ഓഫ് പ്രഷറും വെച്ചിട്ടുള്ള എന്തായാലും പ്രോബ്ലം ഒരെണ്ണം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്, എന്തായാലും വരും. അതായത് ടോട്ടൽ പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ F is equal to ρg/h bar, ദെൻ സെന്റർ ഓഫ് പ്രഷറിന്റെ ആ ഒരു പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ H*Ig/ah bar plus h bar. ഓക്കെ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലംസും എന്തായാലും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് 3 മാർക്സിന് വേണമെങ്കിൽ ഇതിൽ നിന്ന്, അതായത് ഈ 4 ടേമിൽ നിന്ന് അതൊന്ന് ജസ്റ്റ് എന്താണെന്നൊന്ന് ഡിഫൈൻ ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, വിസ്കോസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, അതായത് സിമ്പിളായിട്ട് നമുക്ക് എന്താണെന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്നത് ഡിഫൈൻ ചെയ്യാൻ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ദെൻ ഇതിൽ നിന്ന് നമുക്ക് വേറെ എക്സ്പെക്ട് ചെയ്യാവുന്നത്, ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത്. മാനോമീറ്റേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനോമീറ്റേഴ്സ് നമുക്ക് 3 മാർക്സിന് വേണമെങ്കിൽ ചോദിക്കാം. സിമ്പിൾ മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ, അത് രണ്ടും എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, വേരിയേഷൻ ഓഫ് പ്രഷർ ഇൻ എ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അബ്സൊല്യൂട്ട് പ്രഷർ, ഗേജ് പ്രഷർ അതൊക്കെ വരുന്നത്. ഓക്കെ, ദെൻ പ്രഷർ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡയഗ്രാം ഉണ്ട്. ഓക്കെ, ആ ഒരു ഡയഗ്രാം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ KTU ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്ന ഒരു സീരീസ് നമ്മൾ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെല്ലാം നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ പഠിച്ചിട്ട് നമുക്കത് മനസ്സിലാവുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ആ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. കർവ്ഡ് സർഫസിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് ഇപ്പോൾ കർവ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ട്, അതിൽ പ്രഷർ 2 സൈഡിൽ നിന്നും
രണ്ട് സൈഡിലും വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. എസ്എ ക്വസ്റ്റ്യനിലാണ് അത് ചോദിക്കാറ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യനിലും എല്ലാത്തിലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ടോട്ടൽ പ്രഷർ ഫോഴ്സിന്റെ ഇക്വേഷൻ, ഓക്കെ, സെന്റർ ഓഫ് പ്രഷറിന്റെ ഇക്വേഷൻ, ഓക്കെ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ഇനി സെക്കൻഡ് മൊഡ്യൂളിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ്. അപ്പോൾ നമ്മളൊരു പ്രീവിയസ് ഇയർ ഒരു 3 ഇയറിലെ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ 3 ഇയറിലും വന്നിട്ടുള്ളതാണ് സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ്. ഓക്കെ, സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ന്യൂട്രൽ ഇക്വിലിബ്രിയം. ഓക്കെ, അതെന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഫിഗർ വരച്ചിട്ട് എങ്ങനെയാണ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം, അതായത് നമ്മുടെ മെറ്റാസെൻട്രിക് ഹൈറ്റും സെന്റർ ഓഫ് ഗ്രാവിറ്റിന്റെ പൊസിഷൻ എങ്ങനെയാണ്, 3 കണ്ടീഷനിൽ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു 3 മാർക്സ് സ്കോർ ചെയ്യാവുന്നതാണ്. ദെൻ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ GMന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, I/V - BG എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ, അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്, അത് എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് 3 ഡയമെൻഷനിൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഇൻ 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പൊ അത് ചോദിക്കാന്ന് പറഞ്ഞ ഒരു 9 മാർക്സ് ടു, അതായത് 7 മാർക്സ് ടു 9 മാർക്സിനാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് 7 to 9 മാർക്സ് ആയതുകൊണ്ടും വലിയ ഡെറിവേഷൻ ആയതുകൊണ്ടും ഒരുവിധം എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന പോർഷനാണ്. ബട്ട് നമുക്കത് ആ ഒരു ഷുവർ 9 മാർക്സ് നമുക്ക് എന്തായാലും അത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, ദെൻ സ്ട്രീം ലൈൻ, പാത്ത് ലൈൻ ആൻഡ് സ്ട്രീക്ക് ലൈൻ. ഓക്കെ, അത് 3 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രീം ലൈൻ എന്താണ്, പാത്ത് ലൈൻ എന്താണ്, സ്ട്രീക്ക് ലൈൻ എന്താണ്. ഓക്കെ, അത്. ഓക്കെ, ദെൻ ആക്സിലറേഷനിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ള ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെക്റ്റീവ് ആക്സിലറേഷൻ, ലോക്കൽ ആക്സിലറേഷൻ, ടോട്ടൽ ആക്സിലറേഷൻ. ഈ 3 ടേം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ടോട്ടൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് കൺവെക്റ്റീവ് ആക്സിലറേഷൻ പ്ലസ് ലോക്കൽ ആക്സിലറേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ 3 ടേമും ഡിഫൈൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 3 ടേമും ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ദെൻ വരാറുള്ളത് വെലോസിറ്റി എന്ന് വരുമ്പോൾ വെലോസിറ്റി കമ്പോണൻസ് 2 തരും. അതായത് x ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണന്റ് u തരും, y ഡയറക്ഷനിലുള്ള v കമ്പോണന്റും തരും. അതായത് x കമ്പോണന്റും y കമ്പോണന്റും യും ബിയും നമുക്ക് തരും. ദെൻ നമ്മുടെ അടുത്ത് W ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും, അതായത് 3rd വെലോസിറ്റി കമ്പോണന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വെലോസിറ്റി 2 ഡയമെൻഷനിലുള്ള ഒരു വെലോസിറ്റി ആണ്. ദെൻ അതിന്റെ x കമ്പോണന്റും y കമ്പോണന്റും തന്നു. ദെൻ അതിന്റെ ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് യുവും വിയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദെൻ അത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതായത് ഒരു പോയിന്റിൽ ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിരിക്കും മെയിൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാം സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡി വരും, സ്റ്റെബിലിറ്റി ഓഫ് ഫ്ലോട്ടിംഗ് ബോഡീസ് അല്ലെങ്കിൽ സബ്മേഴ്സ്ഡ് ബോഡീസ്, രണ്ടും ഈക്വൽ ആണ്, വലിയ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ദെൻ മെറ്റാസെൻട്രിക് ഹൈറ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം അത് എന്തായാലും ഉണ്ടായിരിക്കും, ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് മെറ്റാസെൻട്രിക് ഹൈറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. അതായത് 2 വെലോസിറ്റി തന്നിട്ട് ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ദെൻ അതേപോലെ 3rd വെലോസിറ്റി കമ്പോണന്റ് ചോദിക്കാവുന്നതാണ്, കമ്പോണന്റ് കണ്ടുപിടിക്കാനും ചോദിക്കാവുന്നതാണ്. ദെൻ 3 മാർക്സിന് ചോദിക്കാൻ, അതായത് പാർട്ട് എയിൽ വരാവുന്ന ഒരു ചോദ്യമാണ് ടോട്ടൽ ആക്സിലറേഷൻ, ലോക്കൽ ആക്സിലറേഷൻ ആൻഡ് കൺവെക്റ്റീവ് ആക്സിലറേഷൻ. ഈ 3 ടേമും ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ദെൻ ഇതിൽ സ്ട്രീം ലൈനും പാത്ത് ലൈനും സ്ട്രീക്ക് ലൈനും അതും 3 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ട്രീം ലൈൻ എന്താണ്, പാത്ത് ലൈൻ എന്താണ്, സ്ട്രീക്ക് ലൈൻ എന്താണ്. ദെൻ ഇതിന് ഷുവർ ഷോർട്ട് ആയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 3D കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അപ്പൊ നമുക്കൊരു 9 മാർക്സ് ഷുവർ ആണ്. ഈ ഒരു മൊഡ്യൂൾ 2 9 മാർക്സ് ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ നമുക്ക് ഷുവർ ആണ്. 3 ഡയമെൻഷൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ അത് പഠിച്ചാൽ വലിയ ഡെറിവേഷൻ ആണ്. എന്നാലും അത് ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിൽ KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 3 ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ നമുക്ക് ആ ഒരു 9 മാർക്സ് എല്ലാവർക്കും കിട്ടുമെന്ന് വിചാരിക്കുന്നു. ദെൻ 3rd മൊഡ്യൂളിൽ ഫ്ലൂയിഡ് സിലബസിൽ വരുന്ന ടോപ്പിക്സ് ഫ്ലൂയിഡ് കൈനറ്റിക്സ്, ഫോഴ്സസ് കൺസിഡേർഡ് ഇൻ ഡിസ്ക്രൈബിംഗ് ഫ്ലൂയിഡ് മോഷൻ, ഡെറിവേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ ബൈ ഇന്റഗ്രേഷൻ ഓഫ് യൂളേഴ്സ് ഇക്വേഷൻ, ദെൻ കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ, അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ, വെഞ്ചറിമീറ്റർ, പീറ്റർ ട്യൂബ്, ഓറിഫൈസ് മീറ്റർ, ദെൻ ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് ഓഫ് ഓറിഫൈസസ്. Okay, then discharge through small orifice and large rectangular orifice. Then pipe flow വരുന്ന major and minor losses, hydraulic gradient line, total energy line, then pipes in series and pipes in parallel. Okay, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ.
അതെന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. 3 മാർക്സിന്റെ ക്വസ്റ്റ്യനിൽ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്താണ്. ഓക്കെ, ദെൻ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ, അതായത് എസ് എ ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബെർണോളിസ് ഇക്വേഷന്റെ ഡെറിവേഷൻ. അതായത് ഓയിലേഴ്സ് ഇക്വേഷന്റെ ഇന്റഗ്രേറ്റ് ചെയ്ത് ബെർണോളിസ് ഇക്വേഷനെ ഡിറൈവ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. നമ്മൾ ഒരു ഡെറിവേഷൻ ഉണ്ട്, പി ബൈ റോ ജി പ്ലസ് വി സ്ക്വയർ ബൈ 2g പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നുള്ള ആ ഒരു ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ ഓയിലേഴ്സ് ഇക്വേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എസ് എ ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ അപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷനിലാണ് വെഞ്ചുറി മീറ്റർ, പിറ്ററ്റ് ട്യൂബ്, ഓറിഫൈസ് മീറ്റർ വരുന്നത്. അതിൽ പിറ്ററ്റ് ട്യൂബിന്റെ യൂസസും എന്താണ് പിറ്ററ്റ് ട്യൂബ് എന്നും, അതായത് പിറ്ററ്റ് ട്യൂബ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, വെലോസിറ്റി മെഷർ ചെയ്യാനാണ് നമ്മൾ പിറ്ററ്റ് ട്യൂബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ യൂസസ്, വെലോസിറ്റി മെഷർ ചെയ്യുന്നതിൽ വേരിയസ് ഇൻസ്ട്രുമെന്റ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു യൂസസ് 3 മാർക്സിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പിറ്ററ്റ് ട്യൂബിന്റെ ഡിഫൈൻ പിറ്ററ്റ് ട്യൂബ് ആൻഡ് ഇറ്റ്സ് യൂസസ്. ഓക്കെ, ദെൻ വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ്. ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ്, കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. ഓക്കെ, ഇത് ഈ 3 ടേമാണ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് 3 മാർക്സിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 3 ടേം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, പിന്നെ വരാറുള്ള പ്രോബ്ലത്തിൽ, അതായത് എസ് എയിൽ വരുന്നതാണ് വെഞ്ചുറി മീറ്ററിന്റെ ക്വസ്റ്റ്യൻ. വെഞ്ചുറി മീറ്ററിന്റെ ത്രോട്ടിൽ വരുന്ന ഡിസ്ചാർജ് അത് എത്രയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഓൾറെഡി ഉണ്ട്, ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണതാണ്, ഓറിഫൈസ് മീറ്ററിന്റെ ആണെങ്കിലും വെഞ്ചുറി മീറ്ററിന്റെ ആണെങ്കിലും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ നമുക്ക് അറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ വെഞ്ചുറി മീറ്ററിൽ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കാണാറ്. അതായത് വെർട്ടിക്കൽ ആയിട്ട് വെക്കുന്ന ഒരു വെഞ്ചുറി മീറ്റർ, അതായത് വെഞ്ചുറി മീറ്റർ എടുത്ത് വെർട്ടിക്കലി വെക്കുന്നു, അതേപോലെ ഇൻക്ലൈൻഡ് ആയിട്ട് വെക്കുന്ന വെഞ്ചുറി മീറ്റർ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വെഞ്ചുറി മീറ്ററിൽ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളത്. പിന്നെ ഓറിഫൈസ് മീറ്ററിലൊക്കെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, അതായത് ക്യൂ ഈസ് ഈക്വൽ ടു നമുക്ക് ആ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മതി ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് ഡിസ്ചാർജ് ത്രൂ സ്മോൾ ഓറിഫൈസും ലാർജ് റെക്ടാങ്കുലർ ഓറിഫൈസും. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്ചാർജ് ഇക്വേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ വെഞ്ചുറി മീറ്ററിൻ്റെയും ഓറിഫൈസ് മീറ്ററിൻ്റെയും പഠിക്കണം, അതേപോലെ സ്മോൾ ഓറിഫൈസും ലാർജ് ഓറിഫൈസും, സ്മോൾ റെക്ടാങ്കുലർ ഓറിഫൈസിൽ കൂടെയും ലാർജ് റെക്ടാങ്കുലർ ഓറിഫൈസിൽ കൂടെയുള്ള ഡിസ്ചാർജ്. ഓക്കെ, അപ്പോൾ അതാണ് എസ് എയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ദെൻ പൈപ്പ് ഫ്ലോ എന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേജർ ലോസസും മൈനർ ലോസസും ആണ്. ഓക്കെ, അപ്പോൾ മേജർ ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്രിക്ഷണൽ ലോസസ് ആണ് പൈപ്പ് ഫ്ലോയിലെ മേജർ ലോസസ് ആയിട്ട് എടുക്കുന്നത്, ബാക്കി വരുന്ന ലോസസ് ഒക്കെ മൈനർ ആണ്. ഓക്കെ, അപ്പോൾ ആ മേജർ ലോസസിന്റെ അത് വെച്ചിട്ടുള്ള ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്, അതായത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ 4F LV² 2GD. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ട്, ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് ഈ ഒരു പൈപ്പ് ഫ്ലോ എന്ന് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ അതായത് 2 പൈപ്പും കൂടെ കമ്പൈൻ, അതായത് 2 സീരീസ് പൈപ്പ് 2 പൈപ്പും കൂടെ കമ്പൈൻ ചെയ്തു, then അതിന്റെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിക്കാറ്. ദെൻ ഇതിനത്തെ ഒരു ഇമ്പോർട്ടൻ്റ്, അതായത് 3 മാർക്സിന് ചോദിക്കാൻ പറ്റാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ, അതായത് HGL-ഉം ടോട്ടൽ എനർജി ലൈനും. ടോട്ടൽ എനർജി ലൈൻ എന്ന് പറയുമ്പോൾ TEL. ഓക്കെ, അപ്പോൾ ഈ 2 ടേം ഡിഫൈൻ ചെയ്യാൻ, ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനും ടോട്ടൽ എനർജി ലൈനും എന്താന്ന് ആ ഒരു സ്കെച്ച് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ പൈപ്സ് ഇൻ സീരീസും പൈപ്പ് ഇൻ പാരലലും. ഓക്കെ, അപ്പോൾ അതിൽ പൈപ്സ് ഇൻ സീരീസിനെ നമ്മൾ വേറൊരു ടേം പറയുന്നത് കോമ്പൗണ്ട് പൈപ്പ് എന്നും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ദെൻ അവിടുത്തെ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അല്ലെങ്കിൽ മേജർ ലോസസ്, ഒരുവിധ എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് കാണാം നെഗ്ലക്റ്റിംഗ് മൈനർ ലൂസസ് എന്ന്. ഓക്കെ, അപ്പോൾ നെഗ്ലക്റ്റിംഗ് മൈനർ ലൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ മാത്രമാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ എന്തായാലും പഠിക്കണം, പിറ്ററ്റ് ട്യൂബിന്റെ യൂസസ്, പിന്നെ പിറ്ററ്റ് ട്യൂബ് എന്താണെന്ന് പഠിക്കണം, ദെൻ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈനും ടോട്ടൽ എനർജി ലൈൻ എന്താണെന്ന് പഠിക്കാം, ദെൻ കോഎഫിഷ്യന്റ് ഓഫ് ഓറിഫൈസ്, അതായത് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്, കോഎഫിഷ്യന്റ് ഓഫ് വെലോസിറ്റി എന്തായാലും പഠിക്കാം. ദെൻ നമുക്ക് 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ് വരാം. ദെൻ SC ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ളത് നമ്മൾ പറഞ്ഞത് വെഞ്ചുറി മീറ്ററിന്റെ പ്രോബ്ലം എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെഞ്ചുറി മീറ്ററിന്റെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, അതായത് വെർട്ടിക്കൽ ആയിട്ടിരിക്കുന്നതും ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്നതും. ഓക്കെ, അതേപോലെ ഒറിഫൈസ് മീറ്ററിന്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ വരാൻ ചാൻസ് ഉള്ളത് ഡിസ്ചാർജ് ത്രൂ സ്മോൾ ഓറിഫൈസും ലാർജ് ഓറിഫൈസും. ഓക്കെ, ദെൻ അതായത് സബ്മേർജ് ചെയ്തിരിക്കുന്ന ഓറിഫൈസും പാർഷ്യലി സബ്മേർജ് ചെയ്തിരിക്കുന്ന ഓറിഫൈസും ഫുള്ളി സബ്മേർജ് ചെയ്തിരിക്കുന്ന ഓറിഫൈസും, ഈ രണ്ടിലും വരുന്ന ഡിസ്ചാർജ്. ഓക്കെ, അതിൽ മെയിൻ ആയിട്ട് പാർഷ്യലി സബ്മേർജ്ഡ് ഓറിഫൈസ് ആണ് ക്വസ്റ്റ്യനിൽ വരാറ്, പാർഷ്യലി സബ്മേർജ്ഡ്. ഓക്കെ,
ദെൻ നമുക്ക് ഫ്ലോ ത്രൂ പാരലൽ പൈപ്പും ഫ്ലോ ത്രൂ സീരീസ് പൈപ്പും ഉണ്ട്. അതിൽ നിന്ന് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ യൂസ് ചെയ്തിട്ട്, അതായത് ഈ ഒരു HFന്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരാറ്. ഇനി മൊഡ്യൂൾ 4 ഓപ്പൺ ചാനൽ ഫ്ലോ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ടോപ്പിക് വരുന്ന കമ്പാരിസൺ ബിറ്റ്വീൻ പൈപ്പ് ഫ്ലോ ആൻഡ് ഓപ്പൺ ചാനൽ ഫ്ലോ. ആ ക്വസ്റ്റ്യൻ അതായത് എല്ലാവരും കോമൺ ആയിട്ട് പഠിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത് എക്സാമിന് കാണാറില്ല അധികം. ബട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. അതായത് രണ്ടിൻ്റെയും കമ്പാരിസൺ ചോദിക്കാവുന്ന ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഓപ്പൺ ചാനൽസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡയഗ്രാം വെച്ചിട്ട് ഓപ്പൺ ചാനൽസിലെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഓക്കെ, അത് ആ ഒരു ഡയഗ്രാം വെച്ചിട്ട് ഓപ്പൺ ചാനൽ എന്ന് പറയുമ്പോൾ റെക്ടാങ്കുലർ ആവാം, സർക്കുലർ ആവാം, ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്പ് ആവാം. ഓക്കെ, അപ്പോൾ ഓരോ ചാനലിലും വരാവുന്ന വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു സ്കെച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്കെച്ച് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. 3 മാർക്സിന് തന്നെയാണ് കൂടുതൽ ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഓപ്പൺ ചാനൽസ്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ടൈപ്പ് ഓഫ് ഫ്ലോ. ടൈപ്പ് ഓഫ് ഫ്ലോയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോയും സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയും, അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദെൻ അതേപോലെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റാപ്പിഡ്ലി വേരിയിങ് ഫ്ലോയും വേരിഡ് ഫ്ലോയും നമ്മുടെ ഗ്രാജുവലി വേരിഡ് ഫ്ലോയും, അത് രണ്ടും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതാണ് ടൈപ്പ് ഓഫ് ഫ്ലോയിൽ 3 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ദെൻ ജോമെട്രിക് എലമെന്റ്സ് ഓഫ് ചാനൽ സെക്ഷൻ, അതിൽ നിന്ന് വരാറുള്ള ചോദ്യം ഹൈഡ്രോളിക് ഡെപ്ത് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് D = ഏരിയ ബൈ ടോപ്പ് വിഡ്ത്ത് T. ദെൻ അതേപോലെ ഹൈഡ്രോളിക് റേഡിയസ് ക്യാപിറ്റൽ R = ഏരിയ ബൈ P, വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ. ഓക്കെ, അപ്പോൾ ആ 2 ടേമും എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ 3 മാർക്സിന് ചോദിക്കാവുന്നതാണ് മൊഡ്യൂൾ 4 നിന്ന്. ഓക്കെ, ദെൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കട്ടേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ അതൊരു വലിയ ഇക്വേഷൻ ആണ്. ബട്ട് ആ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 3 മാർക്ക് കിട്ടും. അതായത് അതിൽ ജസ്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, അതായത് ഒരു 3-4 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ നമുക്ക് ഉള്ളൂ. ഓക്കെ, കുറച്ച് വലിയൊരു ഇക്വേഷൻ ആണ്, പക്ഷെ എന്നാലും അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് അത് എഴുതി അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആ ഒരു 3 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ കട്ടേഴ്സിന്റെ ആ ഫോർമുല, ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഫോർമുല നോക്കി വെക്കാൻ നല്ലതായിരിക്കും. പിന്നെ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാറുള്ളത് ട്രപ്പിസോയിഡൽ ചാനലിന്റെ എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ ചാനലിനെ ഡിസൈൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഓക്കെ, ബാക്കിയുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് എന്നാലും ട്രപ്പിസോയിഡലിന് ഒരു സ്പെഷ്യൽ കെയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ദെൻ കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ് ആൻഡ് മാക്സിമം വെലോസിറ്റി ത്രൂ സർക്കുലർ ചാനൽ, അതും essay ക്വസ്റ്റ്യന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജും മാക്സിമം വെലോസിറ്റി ത്രൂ സർക്കുലർ ചാനൽസ്. ദെൻ വരുന്ന 3 മാർക്സിന്റെ ഒരു ചോദ്യത്തിൽ വരുന്നതാണ് കൺവെയൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, കൺവെയൻസ് K എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം, അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്ലോ മെഷർമെന്റ് ഇൻ ചാനൽസിൽ വരുന്നത് നോച്ചസ് ആൻഡ് വിയേഴ്സ് ആണ്. അതിൽ വിയേഴ്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 മാർക്സിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സപ്രസ്ഡ് വിയറും കോൺട്രാക്റ്റഡ് വിയറും എന്താണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ 3 മാർക്സിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഡിസ്ചാർജ് കമ്പ്യൂട്ടേഷൻ യൂസിങ് വിയേഴ്സ്. ഓക്കെ, അപ്പോൾ വിയേഴ്സിന്റെ വരുന്ന ഡിസ്ചാർജ് കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, Q = എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ വിയേഴ്സിൽ വരുന്ന ആ ഒരു ഡിസ്ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് essay ക്വസ്റ്റ്യനിൽ മെയിൻ ആയിട്ട് മൊഡ്യൂൾ 4 നിന്ന് ചോദിക്കാറുള്ളത്. ദെൻ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ആൻഡ് എൻഡ് കോൺട്രാക്ഷൻ. ഓക്കെ, വെലോസിറ്റി ഓഫ് അപ്രോച്ചും എൻഡ് കോൺട്രാക്ഷനും യൂസ് ചെയ്തിട്ട് വരുന്ന ഒരു ഡിസ്ചാർജ് ഇക്വേഷൻ ഉണ്ട്. അതായത് വെലോസിറ്റി ഓഫ് അപ്രോച്ച് VAയും കോൺട്രാക്ഷൻ വരുമ്പോൾ L - 0.1 × n ടൈംസ് ഓഫ് H, അതും യൂസ് ചെയ്തിട്ട് വരുന്ന ഒരു ഡിസ്ചാർജ് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ ആണ് മെയിൻ ആയിട്ട് ഇതിന്ന് essay ക്വസ്റ്റ്യനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ദെൻ സിപ്പോലിറ്റി വെയർ, അതാണ് 3 മാർക്സിന് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സിപ്പോലിറ്റി വെയർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതിൻ്റെ ഡിസ്ചാർജ് ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ പ്രോബ്ലം വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ പോർഷൻ ആണ് സബ്മേർജ്ഡ് വെയർ. ഓക്കെ, ഇപ്പോൾ മൊഡ്യൂൾ 4 നോക്കുമ്പോൾ അതിൽ മെയിനായിട്ട് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ആ ഒരു ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ പഠിക്കണം. ദെൻ ടൈപ്പ് ഓഫ് ഫ്ലോയിൽ സബ് ക്രിട്ടിക്കലും സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയണം. ദെൻ ജോമെട്രിക് എലമെന്റ്സിലെ ഹൈഡ്രോളിക് ഡെപ്ത്, ഹൈഡ്രോളിക് റേഡിയസ് അറിയണം. ദെൻ കട്ടേഴ്സിൻ്റെ ആ ഒരു ഫോർമുല പഠിച്ചു വെക്കണം. ദെൻ ട്രപ്പിസോയിഡൽ സെക്ഷൻ്റെ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് essay ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അതേപോലെ മാക്സിമം ഡിസ്ചാർജും മാക്സിമം വെലോസിറ്റി ഇൻ സർക്കുലർ ചാനൽസ്. ഓക്കെ, അത് ഒരു essay ക്വസ്റ്റ്യനിൽ വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്. അതേപോലെ കൺവെയൻസ് 3 മാർക്സിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൺവെയൻസിലത്തെ. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് സിപ്പോലിറ്റി വെയർ. സിപ്പോലിറ്റി വെയർ 3 മാർക്സിന് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുവരുന്ന ഒരു പോർഷൻ ആണ് സിപ്പോലിറ്റി വെയർ. ഓക്കെ, ഇനി
മൊഡ്യൂൾ 5 സ്പെസിഫിക് എനർജിയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സ്പെസിഫിക് എനർജി ഡയഗ്രം ആണ്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് എനർജി ഡയഗ്രം ആണ് മൊഡ്യൂൾ 5 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുന്നത്. ആ ഒരു ഡയഗ്രം വരയ്ക്കാൻ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ ക്രിട്ടിക്കൽ ഫ്ലോ ആൻഡ് ഇറ്റ്സ് കമ്പ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ഫ്ലോയിൽ വരുന്നത് ഹൈഡ്രോളിക് ജമ്പിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് ആണ്. ഫ്രൂട്ട്സ് നമ്പർ യൂസ് ചെയ്തിട്ട് ഹൈഡ്രോളിക് ജമ്പ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഒരു 5 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. സ്ട്രോങ് ജമ്പ്, ഓസിലേറ്റിംഗ് ജമ്പ്, വീക്ക് ജമ്പ്, അതേപോലെ 5 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് essay ക്വസ്റ്റ്യനിലാണ് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. ഹൈഡ്രോളിക് ജമ്പ് ക്ലാസിഫിക്കേഷൻ യൂസിങ് ഫ്രൂട്ട്സ് നമ്പർ. ഓക്കെ, ദെൻ ഹൈഡ്രോളിക് ജമ്പിൽ വരാവുന്ന ഒരു പ്രോബ്ലം ആണ് 2 ഹൈഡ്രോളിക് ജമ്പ് തന്നിട്ട് അതിൻ്റെ ആ ഒരു ക്രിട്ടിക്കൽ ഡെപ്തും വെലോസിറ്റിയും ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് പിന്നെ വരാറുള്ളത് ഹൈഡ്രോളിക് ജമ്പിൽ നിന്ന്. ഓക്കെ, അപ്പോൾ അതിന് 2 എക്സ്പ്രഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് ജമ്പിൻ്റെ ആ ഒരു 2 ഡെപ്ത് യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ആ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ഡെപ്ത് വരുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ സ്പെസിഫിക് ഫോഴ്സ്. ദെൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു ടേബിളൊക്കെ വരച്ചിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ് ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. ആ ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് എങ്ങനെയാണ് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഡയറക്റ്റ് സ്റ്റെപ്പ് മെത്തേഡ്. ഓക്കെ, ദെൻ അതേപോലെ വരുന്നതാണ് ഡിറൈവ് ചെയ്യാൻ ഡൈനാമിക് ഇക്വേഷൻ ഓഫ് ഗ്രാജുവലി വേരിഡ് ഫ്ലോ. അത് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അസംഷൻസ് വെച്ചിട്ട് ഡിറൈവ് ചെയ്യാൻ, അതായത് essay ക്വസ്റ്റ്യനിലാണ് വരാറുള്ളത്. ഡൈനാമിക് ഇക്വേഷൻ എന്താണെന്ന് ആദ്യം ഡിറൈവ് ചെയ്യണം. ദെൻ അതിൻ്റെ അസംഷൻസ് ഉണ്ട് കുറച്ച്. ഓക്കെ, അപ്പോൾ ആ അസംഷൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് വരാവുന്നത് വാട്ടർ സർഫസ് പ്രൊഫൈലാണ്. വാട്ടർ സർഫസ് പ്രൊഫൈൽ എന്ന് പറയുന്നത് S പ്രൊഫൈൽസും അങ്ങനെ ഓരോ സർഫസ് പ്രൊഫൈലിൻ്റെയും നമുക്ക് ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കുറേ പഠിക്കാനുണ്ട്. ബട്ട് അതിൽ നിന്ന് മെയിനായിട്ട് S പ്രൊഫൈലാണ് കൂടുതൽ കണ്ടുവരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സ് വരുന്നത് മൊഡ്യൂൾ 5. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ മൊഡ്യൂളിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും എക്സാമിന് പോകുന്നതിനേക്കാൾ മുമ്പ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇനി KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കാണാത്തവർ അതും കൂടെ കാണാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നെക്സ്റ്റ് ഒരു സെഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്